വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹപാഠി സുഹൃത്തുക്കളെ, നമസ്കാരം. മനോഹരമായ വർണ്ണങ്ങളിൽ പുഞ്ചിരി തൂക്കി ഒരു പൂന്തോട്ടത്തിലെ ശലഭങ്ങളെപ്പോലെ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഓരോരുത്തരുടെ കഴിവുകൾ അത് പ്രസരിപ്പിക്കാൻ കഴിയുന്ന വർണ്ണപ്പകട്ടാർന്ന ഈ ഒരു പൊൻപുലരിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇന്ന് ജൂലൈ 15. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത സ്കിൽ ഡേ, അത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. നമ്മളിൽ പലർക്കും പല രൂപത്തിലുള്ള കഴിവുകളുണ്ട്. സ്കിൽ ഡേ പ്രോഗ്രാം അനുബന്ധിച്ച് അവിടെ എത്തിയ എല്ലാ വിദ്യാർത്ഥിനികളോടും ക്യാമറയ്ക്ക് മുന്നിൽ ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് ഹായ് പറയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഈ കൊതിയൻ അവരിലേക്ക് ഇറങ്ങി. ജോബ്സ് അക്കാഡമി സെൻറ്ററിൻ്റെ ഈ ഒരു സ്കിൽ ഡേ ഇനാഗുറേഷന് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ച അവിടുത്തെ എല്ലാ മാനേജ്മെൻറ്റും സ്റ്റാഫിനോടും 1000 നന്ദി ഈ കൊതിയൻ അറിയിക്കുന്നു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമോ? സ്കിൽ ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താ ഈ സ്കിൽ ഡേ? കഴിവുകൾ, യെസ് അല്ലേ? ഇപ്പം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ പഠിപ്പിക്കുന്ന ട്രെയിനർ ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടാവും 2 സ്കില്ലുകളുണ്ട് നമുക്ക്, അല്ലേ? ഒന്ന് സോഫ്റ്റ് സ്കിൽ, പിന്നെ ഹാർഡ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻബോൺ ടാലൻസ് ആണ്, അല്ലേ? അങ്ങനെ അതല്ലേ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ കൂടുന്ന ആൾക്കാരാണ് ഈ സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുന്നത്, അല്ലേ? ഹാർഡ് സ്കില്ലുകൾ എന്ന് പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽസ്, അല്ലേ? അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? രാവിലെ വന്ന മിസ് സോഫ്റ്റ് സ്കില്ലിൻ്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാണ്. ഒരു ദിവസം പഠിക്കേണ്ടതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല, അങ്ങനെയാണോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്കിൽ ഡേയുടെ പിന്നിൽ കുറേ അധികം ആൾക്കാർ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്
നവംബർ 11, 2014 ഇങ്ങനെ ഒരു സ്കില്ലിന് വേണ്ടി മാത്രം ഒരു ഡേ നമുക്ക് വെക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തിനാണ് നമുക്ക് വേണ്ടി മാത്രമല്ല സ്കില്ലിന് വേണ്ടി ഒരു ഡേ വെച്ചത്? എന്തിനാണ്? എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. പഠിച്ചിറങ്ങിയ ആർക്കും ക്വാളിറ്റി ഇല്ല, ജോലി ചെയ്യാൻ എടുക്കാൻ പറ്റില്ല, അല്ലേ? ബിക്കോസ് എന്താണ്? പാഠ്യപദ്ധതികളിൽ തന്നിരിക്കുന്ന ബുക്കിലോ നോട്ടിലോ നമ്മൾ എഴുതി വയ്ക്കുന്ന കാര്യം പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ കഴിഞ്ഞ വർഷങ്ങളായി 2014 വരെ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരുന്നു. ഓക്കെ, പിന്നീട് എന്ത് സംഭവിക്കുകയാണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ സ്കില്ലുള്ള ആൾക്കാർ ഉണ്ടാകില്ല, കുറയും എന്നുള്ളൊരു അവബോധം ഉണ്ടാവുകയും, അല്ലേ? അങ്ങനെ ഇതിനു വേണ്ടി ഇതെന്താണെന്ന് നമ്മുടെ യുവജനങ്ങളെ അറിയിക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ്സ് എല്ലാം കൂടെ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നവംബർ 11, 2014 ഇതുപോലെയുള്ള ഒരു സ്കിൽ ഡേ നമുക്ക് വേണമെന്ന് രാജ്യം മാത്രമല്ല യൂത്ത് വേൾഡ് സ്കിൽ ഡേ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, നാഷണൽ സ്കിൽ ഡേ എന്ന് പറയപ്പെടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വേൾഡിലുള്ള പല പ്രമുഖന്മാരും നാഷണലി ഉള്ള പല പ്രമുഖന്മാരും കൂടെ ചേർന്ന് നമ്മുടെ ഇന്ത്യയിൽ നാഷണലി 2015 ജൂലൈ 15-ാം തീയതി സ്കിൽ ഡേ ആയിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അന്ന് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ, ഏകദേശം 2020ഓളം സ്കില്ലുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു എന്നാണ് യൂട്യൂബിലും നെറ്റിലും ഒക്കെ കിടക്കുന്നത്. ഞാനും അത് വായിച്ചു നോക്കിയാണ് നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. അപ്പോൾ സ്കിൽ ഡേ എന്താണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങളോട്, സ്കിൽ ഡേ എന്താണ്? അപ്പോൾ എന്തിനാണ് മിസ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഈ ഇരിക്കുന്ന ആരും എന്നോട് ചോദിച്ചില്ല. ടീച്ചേഴ്സിനോടും ചോദിച്ചു കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വയമേ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കണം, അല്ലേ? ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഈ അറിവുകളൊക്കെ വളരെ ഈസി ആയിട്ട് ലഭിക്കും. എനിക്കും അങ്ങനെയാണ് ലഭിച്ചത്. ഓക്കെ, ഒരു സ്കിൽ ട്രെയിനർ എന്നുള്ള നിലയിൽ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ ഞാനും ബിടെക് പഠിച്ച ആളാണ്. ആദ്യം ഡിപ്ലോമ പഠിച്ചു, പിന്നെ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ബിടെക് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോഴേ എനിക്കറിയില്ല എന്ത് ചെയ്യും, ജോലി സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യണ്ടേ. സീരിയസ്ലി അതാണ് അവസ്ഥ. കാരണം ആ സിലബസിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരു കരിയർ ഡെവലപ്പ്, ബിടെക് ഒക്കെ മാനേജറിയൽ പോസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ശരി. പക്ഷെ ഞാനൊരു ജോലി സ്ഥാപനത്തിൽ ചെന്ന് എന്ത് ജോലി ചെയ്യണം? അതെന്നെ ആരും ഒന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഓക്കെ, കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ലാബുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യും. പക്ഷേ ഇത് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ആപ്ലിക്കബിൾ ആവുന്നത്? സോ അവിടെയാണ് നമ്മുടെ NSDC-യുമായിട്ട് ചേർന്ന് സ്കിൽ കൗൺസിലിൻ്റെ പാർട്ണർഷിപ്പിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് പ്രോജക്റ്റുകൾ നമ്മളെക്കാളും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠനം നടത്തുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു സെക്ടർ നമുക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമാകാൻ എഡ്യൂക്കേഷൻ അക്കാഡമിക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കുട്ടികളുടെ സ്കില്ല് വളർത്താൻ വേണ്ടിയുള്ള, അതായത് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ അറിയാം എന്ത് തൊഴിൽ ചെയ്യണമെന്നല്ലേ? ഇവിടെ ഇറങ്ങുമ്പോൾ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് എന്ത് സ്കില്ലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് അറിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ്. അതിന് മുന്നേ വരെ അങ്ങനെയല്ല, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൽ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഡേ ആണ്. ഓൾറെഡി നമ്മൾ ഡേ ബൈ ഡേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഇൻബോൺ ടാലൻസും അതുപോലെ തന്നെ ഇപ്പം വേദിയിൽ നമുക്ക് സ്വാഗതം പറഞ്ഞ ആള് പറയുകയുണ്ടായി, നമുക്കിന്ന് ഒരുപാട് കലാപരമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്കിൽഡ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സോഫ്റ്റ് സ്കിൽസും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം ബൂസ്റ്റ് ചെയ്ത് ഇന്ന് വളരെയധികം ആഘോഷമായ ഒരു ഡേ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്നിവിടെ തന്നിരിക്കുന്നത് അധ്യക്ഷ പദവിയാണ് എനിക്ക് ഇന്നിവിടെ തന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സാറ് വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി എന്താണ് അധ്യക്ഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നാളെ എത്രയോ അധ്യക്ഷ പദവികളൊക്കെ അലങ്കരിക്കേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറിയാമോ എന്താ അധ്യക്ഷൻ ചെയ്യേണ്ടതെന്ന്? ഓക്കെ, എനിക്ക് സാർ പറഞ്ഞത് ഇതാണ്, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓവറോൾ കൺട്രോൾ ഒരു അധ്യക്ഷനായിരിക്കണം ഉണ്ടായിരിക്കുക. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചുറ്റും ഇരിക്കുന്നവർ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കിൽ ഡേ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് നമ്മുടെ സ്ഥാപനത്തിൽ എന്തുകൊണ്ട് റെലവൻ്റ് ആകും
എന്ന് പറയുന്ന ഒരു യൂട്യൂബിൻ്റെ ഏകദേശം 13.5K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് നമുക്ക് വന്നിരിക്കുന്നത്. നജീർ എന്നാണ് സാറിൻ്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് പുള്ളിയെ പെട്ടെന്നൊന്ന് റെഡിയാക്കുമായിരുന്നു. സാർ വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്തുതരാം, ഒരു കുഴപ്പമില്ല ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ സംസാരിച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് കൺസൾട്ടായി. അതിന് സാറിനോട് വളരെയധികം ക്ഷമ ചോദിക്കുകയാണ്. കുട്ടികൾ വളരെ ഷോർട്ട് നോട്ടീസിൽ കിട്ടിയ ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെതായ ഒരു പ്രിപ്പയർനെസ് കുട്ടികൾക്ക് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പേരിലും കുട്ടികളുടെ പേരിൽ ഞാൻ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ജോബ്സ് അക്കാഡമിയുടെ പേരിൽ ഞാൻ ഒന്നുകൂടി, അധ്യക്ഷനാണെങ്കിലും ഞാൻ ഒന്നുകൂടി എൻ്റെ അതായത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ ഇന്ന് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനാഗുറേഷന് വേണ്ടിയിട്ട് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓക്കെ അല്ലേ? ഫുൾ പവറാണോ? ഹാപ്പി ആണല്ലോ? ഓക്കെ, ആദ്യം തന്നെ ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ശ്രീജ മാഡത്തിനോടും അതേപോലെ ഹരിപ്രിയ ടീച്ചറോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു. മാത്രമല്ല ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, സ്കിൽ ഡേ ആണ് അല്ലേ? ജൂൺ 15. എല്ലാവർക്കും കഴിവുകളുണ്ട് ഉണ്ടല്ലോ. പലർക്കും ദൈവം തമ്പുരാൻ എല്ലാവർക്കും കഴിവുകൾ തരുന്നുണ്ട്. പലരും തിരിച്ചറിയുന്നില്ല അവരുടെ സ്കിൽ എന്താണെന്നുള്ളത്. ആണല്ലോ? അപ്പോൾ ഇവിടെ കൂടുതലിരിക്കാൻ മിക്കൊരു പാടാൻ അറിയാം, ഡാൻസ് കളിക്കാൻ അറിയാം, മിമിക്രി അറിയാം, ഒരുപാട് പേര് കാണും. പക്ഷെ അവരെ കണ്ടെത്തുന്നില്ല, സ്റ്റേജ് മിനിറ്റി ചെയ്യുന്നില്ല. അപ്പം രണ്ട് തരത്തിലുള്ള സ്കില്ലാണ് നമുക്ക് ദൈവം തരുന്നത്. ഒന്ന് എന്തോ ബോൺ, ജന്മന ഹാർഡ് സ്കിൽ ഇല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ. രണ്ട് തരത്തിലുള്ള സ്കില്ലാണ് നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത്. നമ്മൾ അതിനെ എങ്ങനെ കണ്ടെത്തി മുന്നിട്ട് എങ്ങനെ പോകാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ കൂട്ടത്തിരിക്കുന്ന ആർക്കും പാട്ടുകൾ അറിയാമോ? ചോദിച്ചു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പാട്ടുകൾ അറിയാമോ? സ്റ്റേജിൽ കയറി കുഴപ്പമില്ലോ, രണ്ടൊരു പാട്ടുകൾ പറ്റുമോ? പാട്ട് പാടിയാൽ ഞാൻ ക്യാഷ് പ്രൈസ് തരാം. ഓക്കെ, ഒന്ന് കഴിക്കുന്നത്. ഓക്കെ, പേരെന്താ? ഷാരി ഇന്നസ്. എന്നാ വിനയം പറ്റിയ വിനയം. ഓക്കെ, ഏത് പാട്ടാണ് പറഞ്ഞത്? മലയാളം, തമിഴ്, ഹിന്ദി? മലയാളം മതിയോ? ഏതാ? മലയാളം പാട്ട് മതി. ഓക്കെ, ഒരു അടിപൊളി പാട്ടുള്ളൂ. അത് നൊസ്റ്റാൾജിയ ഉറക്കേണ്ടതല്ലേ? നൊസ്റ്റാൾജിയ മതി, ഡാൻസ് ഇല്ല. ഓക്കെ, രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളിൽ മറുവാക്കു മിണ്ടുമോ? എവിടെ
ഷാരിൻ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അരോട് നല്ലതായിട്ട് കൈയടി. അറിയാലോ ഞാൻ പറഞ്ഞോളൂ എന്തൊക്കെയാ. ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ നടന്നു, സൗന്ദര്യം കൂടും. ഓക്കെ, നീ ആണുങ്ങളിൽ ആർക്കും എന്തെങ്കിലും കഴിവുണ്ടോ? പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ? വാ അങ്ങോട്ട് വേണോ? നീ വാ ഇങ്ങോട്ട് കേൾക്കില്ല. ക്യാഷ് പ്രഷർ അപ്പാ. പേരെന്നാ? ആൽഫി. രണ്ടാൽഫി ഉണ്ടോ? ഒരാൽഫി ഉള്ളവിടെ ഇവിടെ സ്ഥലവിടെ അവിടെ കോട്ടയം വരണോ? ഓ മൈ ഗോഡ്. അപ്പം ഏത് പാട്ടാ പാടാൻ നമ്മൾ? മലയാളം. അടിച്ചുപൊളി പാട്ടാണോ അതോ അവരെടുത്തോളും? അടിച്ചുപൊളിക്കും. അവൻ പാടിക്കോ ധൈര്യമായിട്ട്? ആ ചുമ്മാ ഒരു പാട്ട് പാടും. എന്നും വരും വഴി വക്കിൽ അവരോടൊന്നുമില്ല. എന്നും വരും വഴി വക്കിൽ അവരോടൊന്നുമില്ല. പിന്നെ പോയി മറഞ്ഞോ വഴിയോരം കണ്ണും നട്ടിരിപ്പൂ വരുന്നില്ലേ. എന്നും വരും വഴി വക്കിൽ അവരോടൊന്നുമില്ല. പോയി മറഞ്ഞോ വഴിയോരം കണ്ണും നട്ടിരിപ്പും ഇനി എന്നിൽ വരില്ലേ. ഓക്കെ, അപ്പോൾ സമയപരിധിയുണ്ട്. ഇനി രണ്ടുമൂന്ന് സംസാരിക്കാറുണ്ട്. അപ്പം ടൈം ഞാൻ വലിച്ചു തരുന്നില്ല. അപ്പോൾ ആൽഫിന് നല്ലൊരു കാര്യം. അപ്പം ഈ കൂട്ടത്തിലിരിക്കുന്ന പലർക്കും പല കഴിവുകളും ടാലന്റും സ്കില്ലെല്ലാം ഉള്ളതാണ് അല്ലേ? പലരും മുന്നോട്ട് വരുന്നില്ല. ഇനിയെങ്കിലും പലരും മുന്നോട്ട് വരണം. ഇനിയിപ്പോൾ അല്ല, സമയമില്ല, പിന്നൊരു സാധനം. അപ്പോൾ ഞാൻ ഈ പരിപാടി അക്കാഡമിക്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രിൻസിപ്പൽ മാഡം, ശ്രീജ മാഡത്തോടും ഹരിപ്രിയ ടീച്ചറും മറ്റുള്ള ടീച്ചേഴ്സിനോടെല്ലാം 1000 ബിഗ് താങ്ക്സ് അറിയിച്ചോളുന്നു. ഈ ലിസ്റ്റിൻ്റെ ഗ്രാജുവേറ്റായിട്ട് അറിയിച്ചോളുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ AD ജോബ്സിന്റെ പ്രൊജക്ട് മാനേജറായ സാംസാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ? ഓക്കെ, നിങ്ങളുടെ സ്കിൽ ഡേയുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, മാത്യു സാറ് കുറച്ചുകൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സാറ് കുറച്ച് ടൈം കൂടെ എടുത്ത് സെക്ഷൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാം. ഇച്ചിരി തിരക്കുകളോടാണ് സമയം എടുത്തത്. അപ്പം സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കൂടെ കിട്ടി. സാറിന് ഞങ്ങളുടെ ഒരു ജോബ്സിൻ്റെയും ജോബ്സ് അക്കാദമിയിലുള്ള നന്ദികളെല്ലാം ആദ്യം അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മളിവിടെ സമയം കണ്ടെത്തിയത് അപ്പോൾ സാറിൻ്റെ ചാനൽ ഏകദേശം ആലപ്പുഴ ഒക്കെ കവറേജ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ നമ്മൾ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാംസ് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മളൊരു അവരുടെ ഉള്ളിലുള്ളൊരു കഴിവ് ഏതെങ്കിലും രീതിയിലുള്ള പ്രൊജക്റ്റ് വഴി വികസിപ്പിച്ചിട്ട് അവർക്കൊരു ജോലി എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊജക്റ്റ് വഴിയുള്ള ഉദ്ദേശം. അപ്പോൾ അത് നമുക്ക് ഈ ചാനൽ വഴി ആലപ്പുഴയിലെ എല്ലാ ജനങ്ങളുടെ സൈഡിലേക്കും യൂത്തിൻ്റെ സൈഡിലേക്കും എത്താനായിട്ടും കൂടെ കഴിയേണ്ടതാണ് ഞങ്ങളൊരു പ്രതീക്ഷ. അപ്പോൾ അതിനായിട്ട് താങ്ക് യു. അപ്പോൾ ഈ സ്കിൽ ഡേയുടെ പ്രത്യേകത, നിങ്ങൾ ജോലി ചെയ്യുന്നത് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നു, ഒന്നാമത് പാട്ട് പാടുന്നു,
ഇല്ല 2 സ്റ്റെപ്പ് വെക്കുന്നു, ആരെങ്കിലും ഇത് പാത്തിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിനകത്ത് ഇടുന്നു. അപ്പോൾ നമ്മളൊക്കെ വൈറലായിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചില സാഹചര്യങ്ങൾ സഹിക്കാൻ പറ്റാതെ ഒരു ഫ്രീ ടൈം കണ്ടെത്തി 2 മിനിറ്റ് എൻജോയ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് 2 തരത്തിലുള്ള സ്കില്ലുണ്ടെന്ന് പറഞ്ഞേ. ഇത് നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലാണ്. ജോലി ചെയ്യാനുള്ളത് നമ്മൾ അതിനുവേണ്ടി നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ള കഴിവ് നമ്മളത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. പക്ഷേ ബാക്കിയുള്ള ആക്ടിവിറ്റീസിന് നമ്മുടെ ഉള്ളിൽ തന്നെ കുറേ കഴിവുകളുണ്ട്. പാട്ട് പാടാനൊക്കെ എല്ലാവരും പാട്ട് പാടില്ല, ചിലപ്പം പാട്ട് പാടും, നല്ല ടോൺ ആയിരിക്കണമെന്നില്ല. കുറച്ച് പേര് കുറച്ചുകൂടെ പാടി പ്രാക്ടീസ് ചെയ്തിട്ട് അതിനകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളിൽ പല കഴിവുകളുണ്ട്. ഇതിന് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ വിട്ടിട്ട് ജോലിയുടെ സ്ട്രെസ്സിലേക്ക് പോകരുത് അല്ലേ? അപ്പോൾ എല്ലാ കഴിവുകളും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ പാട്ട് പാടിയുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് നമുക്ക് വേൾഡ് സ്കിൽ ഡേ എന്നുള്ള രീതിയിൽ നമ്മളെ ആഘോഷിക്കുന്നത്. ഈ വർഷം ഒന്ന് ഓർത്തു, നമ്മൾ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ കുറേ മെസ്സേജുകൾ കേട്ടു, ആക്ടിവിറ്റീസ് ചെയ്തു, വീണ്ടും ഇനി അടുത്ത വർഷമാണ് നമ്മൾ ഓർക്കാൻ പോകുന്നത്. അങ്ങനല്ല, നിങ്ങളുടെ കഴിവുകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ പല പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, അത് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ദിവസമാണ്. ഈ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എല്ലാ സ്കിൽസും വളർത്തിക്കൊണ്ട് വരിക. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോറി, എനിക്ക് തെറ്റ് പറ്റി. ഞാൻ കൈക്ക് പറയാതെ ആശംസയിലേക്ക് കടന്നു. കൈ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആശംസയിലേക്ക് കടന്നത്. അടുത്തതായി AD ജോബ്സിന്റെ സെൻട്രൽ മാനേജറായ നമിഷ മിസ്സിനെ ആശംസ പ്രസംഗത്തിനായി വിളിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരുന്നില്ല അധ്യക്ഷൻ ശ്രീജ മാം, ഇന്ന് ഈ ചടങ്ങിന് ഉദ്ഘാടന പദം അലങ്കരിക്കുന്ന കോതേജ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാമായ പ്രിയ ബഹുമാനപ്പെട്ട നജീ സർ, എഡ്യൂ ജോബ്സിൻ്റെ പ്രൊജക്ട് മാനേജർ സാർ, ഇന്ത്യ ചാനലിൻ്റെ പ്രൊജക്ട് മാനേജർ എഡു സർ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, ജയപ്രസിൻ്റെയും എഡ്യൂ ജോബ്സിൻ്റെയും എല്ലാമായ പ്രിയപ്പെട്ട സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഒരു പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് 2ാമത്തെ പ്രോഗ്രാമാണ്. അത് ശ്രീജമാമിൻ്റെ ഒരു എഫേർട്ടിന് ഞാൻ ആദ്യം തന്നെ ഒരു ആശംസ പറയുകയാണ്. കാരണം കുട്ടികൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അവർക്കൊരു വേദി വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിസ് ഒന്നും നോക്കത്തില്ല, മിസ് ഞങ്ങളുടെ മുകളിൽ പ്രോഗ്രാം ഉണ്ടോ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. അത് ഒരു സ്കില്ലാണ് അല്ലേ? സ്കില്ലാണ്. ഇനി രണ്ടാമതായി നിങ്ങൾ ചൂസ് ചെയ്ത ഉദ്ഘാടകർ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ്. കാരണം കോതേജ് ചാനൽ ഭയങ്കരമായിട്ടും ഒരു അഡിക്റ്റാണ് എൻ്റെത്. അപ്പോൾ സാറിൻ്റെ പ്രത്യേകത അതൊരു സ്കില്ലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ചിലപ്പോൾ ചിരിക്കുന്ന ഒരു കഴിവാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്കൊന്ന് ശ്രീജിറാമൊക്കെ എന്നോട് എന്തൊക്കെയോ ചോദിച്ചാൽ ഒന്നും കേൾക്കില്ല. അത് കഴിഞ്ഞ് PCയിലെ 2 കുട്ടികളെ എന്നിട്ട് ചോദിച്ചു, മിസ്സിന്റെ മുഖത്ത് എന്ത് പറ്റി, ഒരു ചിരി കാണുന്നില്ല, എന്ത് പറ്റി? അതിന് പിന്നെ 2 പേരും വന്ന് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ചിരിക്കുക എന്ന് പറയുന്ന ഒരു കഴിവാണ് അല്ലേ? നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കഴിവാണ്. നിങ്ങൾ കളിമണ്ണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണഗതിയിൽ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ കളിമണ്ണ് എന്ന പദം പ്രയോഗിക്കുന്നത്. എപ്പോഴാണ്? പഠിക്കാത്ത കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മൾ പറയും, നിന്റെയൊക്കെ തലയിലെന്തോ കളിമണ്ണാണ്, എത്ര പ്രാവശ്യമായി പറയുന്നത്, തലയോട് കയറുന്നില്ലെന്ന് ചോദിക്കാറുണ്ടല്ലേ? പക്ഷേ ആക്ച്വലി ഈ കളിമണ്ണിനകത്ത് ഭയങ്കര വലിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ കളിമണ്ണ് പറയുവാണ്, ഞാൻ കളിമണ്ണാണ്, കുശവനോട് പറയുകയാണ് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ കുശവൻ എന്ത് ചെയ്യും? കളിമണ്ണ് ഇടിച്ച് പരത്തി പരുവാക്കിയിട്ടാണ് ഒരു എന്താ പറയുക താലോ അല്ലെങ്കിൽ ഒരു കുടവോ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അത് കളർ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കവേഴ്സ് ആവും.
പ്രോഗ്രാമിന് എന്നെയും ജോബ്സ് അക്കാഡമിയുടെയും എഡ്യൂ ജോബ്സിന്റെയും മുഴുവൻ സ്റ്റാഫിന്റെ പേരിലുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ആശംസാ പ്രസംഗം ലഭിച്ച നമിഷ മിസ്സിനും സാറിനും താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി പറയാനായി സൗപർണിക മിസ്സിനെ വിളിക്കുന്നു. സൗപർണിക മിസ്സിനെ ഓക്കെ, നമ്മൾ നോർമലി കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കിൽ ഡേയുടെ പ്രോഗ്രാം നടന്നിരുന്നു. പക്ഷേ നമ്മൾ നോർമലായിട്ട് ക്ലാസ് റൂമിൽ വെച്ച് ജസ്റ്റ് നടത്തി അങ്ങ് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ നടത്തേണ്ട, നമുക്ക് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇന്നലെ കൊണ്ടാണ് ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും അത് വേണ്ടാന്ന് തന്നെയായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്തത്. ഇന്നലെ കൊണ്ട് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു പ്ലാനായിട്ട് നമ്മൾ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ നടത്തുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ട്രെയിനേഴ്സിനും നമ്മുടെ യൂട്യൂബറിനും ഒക്കെ ഞാൻ എൻ്റെ പേരിലും നമ്മുടെ ജോബ്സ് അക്കാഡമിയുടെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ബ്രോ കണ്ണാടി വാ, നീ വാടാ ബ്രോ. അവരെടുത്തു കൈയടിക്ക്. ഓക്കെ, പെണ്ണുങ്ങൾ ഇവിടുത്തെ ആരുമില്ലേ? പക്ഷെ ആടി വന്നു, ഒരാൾ വരാൻ കാത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറിയാം, എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ആ പേര് സ്ഥലം? എൻ്റെ പേര് രോഹിത് എന്നാണ്. ഞാൻ PCI ഇവിടെ 15ാമത്തെ ബാച്ചിൽ പഠിക്കുന്നു. വീട് ഇവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ പേര് സുമലത, സ്ഥലം വളവനാട്, PCI 15 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അങ്ങോട്ട് പരിചയപ്പെടുത്തിയല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പഠിത്തം? എങ്ങനെ തോന്നുന്നു? അടിപൊളിയല്ലേ? ടീച്ചേഴ്സ് എല്ലാവരും നല്ല വൈബാണ് അല്ലേ? പിള്ളേരൊപ്പം കട്ടക്ക് പിടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു ഗെയിമാണ്, പേടിക്കാനൊന്നുമില്ല. ഇതിനകത്ത് A മുതൽ Z വരെയുള്ള കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പേരെങ്ങനെ കൂടെ? രോഹിത്. രോഹിത്. ഓക്കെ, ഇതൊന്ന് ഷേക്ക് ചെയ്യുക. അതിനുശേഷം കണ്ണടച്ച് ഒരു ലെറ്റർ എടുക്കുക. ആ ലെറ്റർ എടുത്ത ശേഷം ആ ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന ഒരു ഫുഡ് 15 സെക്കൻഡിനുള്ളിൽ പറയണം. നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, 15 സെക്കൻഡിനുള്ളിൽ പറയണം. പറഞ്ഞ ക്യാൻസൽ ആയി പോകും. ആ ഫുഡ് ഇന്നല്ലെങ്കിൽ ഇന്ന് നടക്കും, നാളെ വാങ്ങിത്തരും. അതെന്ത് ഫുഡായിരുന്നു? ഓക്കെ, എപ്പോന്ന മട്ടൺ മന്തിന്നും പറയുന്നുണ്ടോ? അവിടെ പറഞ്ഞോളൂ. ഓക്കെ, മാഡത്തിന് മനസ്സിലല്ലോ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ക്ലാപ്പ് ചെയ്യൂ, ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ, അപ്പോൾ രോഹിത് ബ്രോ ഇതൊന്ന് നന്നായിട്ട് അടുത്തു. രോഹിത് ബ്രോ ഇതൊന്ന് നന്നായിട്ട് ശരിക്കും വിളിച്ചു. അങ്ങനല്ല, നമ്മൾ ആത്മാർത്ഥം. ആ അടിപൊളി. ആ പോരട്ടെ. ഓക്കെ, മതി. സ്റ്റോപ്പ്. നീ കണ്ണടച്ച് ഒരു ലെറ്റർ എടുത്ത്. ഓക്കെ, നീ കാണിക്കില്ല. കണ്ണടച്ചു. അവരെ കാണിച്ചു. എന്ത് ലെറ്ററാണ്? L. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യണം. L കൊണ്ടുള്ള ഒരു ഫുഡിന്റെ പേര് 15 സെക്കൻഡ്, വിത്തിൻ 15 സെക്കൻഡ്സ്. ഓക്കെ, ജസ്റ്റ് കൗണ്ട്. അങ്ങോട്ട് വിളിച്ചു. ഫുഡ് പറഞ്ഞോ, ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞോ. എന്തുകൊണ്ട്? ഓക്കെ, ലെമൺ റൈസ് പറഞ്ഞു. ജ്യൂസ് എല്ലാം പറഞ്ഞാൽ പോരാ. ഓക്കെ, ലെമൺ റൈസ് എവിടെ കിട്ടും? എനിക്കറിയില്ല. ലെമൺ റൈസ് ആദ്യം ചെയ്തു. അപ്പം രോഹിത്തിന് ലെമൺ റൈസ് ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ എല്ലാം മാറ്റി അവിടെ വെച്ചേ. ലെമൺ റൈസ് നാളെ നമ്പറാണ് കേട്ടോ. ഓക്കെ, അത്രക്കൂടെ വേണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് യുവർ ഐസ്. ഭഗവാൻ, ആ ദൈവത്തിന് വിളിക്കാൻ മാത്രമൊന്നും ഇല്ല. എനിക്ക് ഓക്കെ, ലെറ്റേഴ്സ് ഉണ്ടല്ലോ. എന്നെ കൊണ്ട് ആ എന്നാണ്? ജസ്റ്റ് കൗണ്ട്. 1 2 3 4 5 6
9, 10, 11, 12. റോങ്. പിന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ? അല്ല ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇല്ല നീ എടുക്കണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് പറയണ്ട. അതാണ് അല്ല അത് കിട്ടാണ്ടല്ല. പുറത്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ, ആരും പറയരുത് കേട്ടോ. ഇത് ചെറിയൊരു ചലഞ്ച് പോലെ കാണുക. ഓക്കെ, ഇതിനുള്ള ഫുഡിന്റെ പേര് ഞാൻ പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? എനിക്ക് എഫ് ആണ് ലെറ്റർ. എന്തുവാ? ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ. അല്ല മീനുണ്ടല്ലോ, വീട്ടിൽ പേരുണ്ട്. മക്കളുടെ കുഴപ്പമില്ല, കിങ് ഫിഷ് ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ഫിഷ് ഫ്രൈ ആണ്. ഇപ്പൊ ഇവർ രണ്ടൊരു നമ്പർ ഞാൻ മേടിക്കാം, നാളെ വാങ്ങി തരും കേട്ടോ. ഞാൻ വിളിക്കും, പറഞ്ഞോ വരുമല്ലോ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഗെയിമോ ചലഞ്ചൊന്നും അല്ല, എക്സിബിഷൻ വെച്ച് നിങ്ങൾക്ക് ഓക്കെ. എല്ലാവരും അവിടെ നിൽക്കേണ്ടതാണ്. ഇറങ്ങിയവർ തിരിച്ചു വരിക. ഇന്ന് അവിടെ കയറി ഇവിടെ വന്നാലേ 2-3 പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്റർടൈൻമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങി എക്സിബിഷൻ കഴിഞ്ഞ് പിന്നെ കയറി വന്ന് നമ്മുടെ ഡാൻസ് പ്രോഗ്രാംസിലേക്ക് കടക്കാം. ഓക്കെ പോരെ? കാരണം ഇനി നിങ്ങൾ കയറി ഭക്ഷണം കഴിച്ചൊക്കെ പിന്നെ കയറി വരാൻ വെച്ച് പാടാം. അപ്പൊ എക്സിബിഷൻ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, നടത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നടത്താൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസായിട്ട് അനുസരിച്ച് ഇപ്പോൾ സിംഗിൾ സോങ് അല്ലേ, സിംഗിൾ സോങ്സ്